പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച MES കോളേജ് കൊച്ചി AICTE അംഗീകാരവും MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, BCom മാർക്കറ്റിംഗ്, BBA, BCA, BA ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് 2024-25 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു. യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് 3 വിഷയങ്ങൾക്ക് 80% കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു. ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു. MES കോളേജ് കൊച്ചി, മുണ്ടംവേലി, നിയർ തോപ്പുംപടി, കൊച്ചി. Contact 0484298067 7902980067. അഭിജിത്തിന്റെ ആത്മഹത്യ കുടുംബം ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിന് മുന്നിൽ ഉപവാസം അനുഷ്ഠിച്ചു. തിരുവാലൂർ സ്വദേശി അഭിജിത്ത് ആത്മഹത്യാ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ അഭിജിത്തിന്റെ കുടുംബം ആലുവയിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. കഴിഞ്ഞ ഏപ്രിൽ 16-ാം തീയതിയാണ് ആലങ്കാട് തിരുവാലൂർ സ്വദേശിയായ അഭിജിത്ത് എന്ന യുവാവ് ആത്മഹത്യ ചെയ്തത്. അഭിജിത്ത് മരണപ്പെട്ട് ഒരു മാസത്തിനു ശേഷമാണ് FIR പോലും പോലീസ് രജിസ്റ്റർ ചെയ്തത്. അഭിജിത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 8 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. 3 മാസം ആവാറായിട്ടും ഒരു പ്രതിയെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കുടുംബം ഉപവാസമിരിക്കുന്നത്. ഉപവാസ സമരം ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് KM ഷഫ്രിൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ഗവൺമെന്റ് പോലീസ് ഒന്നും തയ്യാറായിട്ടില്ല. അതിന്റെ ഫലമായിട്ടാണ് മകന്റെ മരണം, അതിന്റെ വിഷമങ്ങൾ പേറുമ്പോഴും ആ വിഷമങ്ങളുമായി വീട്ടിരിക്കുമ്പോഴും ഈ നടുറോട്ടിലേക്ക്, ഈ പോലീസിന്റെ ഓഫീസിന്റെ മുന്നിലേക്ക് ഈ അച്ഛനും അമ്മക്കും വരേണ്ട അവസ്ഥ ഉണ്ടാക്കിയത് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റും അതുപോലെ തന്നെ പോലീസുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത്, വെൽഫെയർ പാർട്ടിക്ക് പറയാനുള്ളത്, ഈ വിഷയത്തിന് ഒരു കാരണക്കാരായിട്ടുള്ള പ്രതികളെ ഉടനെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നില്ല എങ്കിൽ ശക്തമായിട്ടുള്ള സമരങ്ങൾക്ക്, ഈ കുടുംബത്തെയും നാട്ടുകാരെയും ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള സമരങ്ങൾക്ക് വെൽഫെയർ പാർട്ടി കൊടുക്കും. കരുതൽ തടങ്കൽ വെച്ചുകൊണ്ട് ഇത് അവസാനിപ്പിച്ചു കളയാം. വെൽഫെയർ പാർട്ടി കളമശ്ശേരി മണ്ഡലം കമ്മിറ്റി അംഗം അബ്ബാസ് സ്വാഗതം പറഞ്ഞു. ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് കളമശ്ശേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് സദ്ദാം വാലത്ത് അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ പാർട്ടി എറണാകുളം ജില്ലാ പ്രസിഡന്റ് KH സദക്കത്ത് ഉപവാസ സമരം സമാപന ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് അഭിജിത്തിന്റേത് ആത്മഹത്യയല്ല, മറിച്ച് ഇവിടത്തെ സർക്കാരും ഭരണകൂടവും നീതിന്യായ വ്യവസ്ഥയും ആലുവയിലെ പോലീസൊക്കെയും ചേർന്ന് കൊലപ്പെടുത്തിയതാണ് അഭിജിത്തിനെ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം നീതി നൽകേണ്ടവർ നീതി നിഷേധിക്കപ്പെട്ടാൽ, അവസാനത്തെ പ്രതീക്ഷയെ നഷ്ടപ്പെട്ടാൽ, ഇങ്ങനെയൊരു ചെറുപ്പക്കാരുടെ ജീവൻ നമ്മുടെ സമൂഹത്തിൽ പൊലിയേണ്ടി വരുന്നു. ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് വെൽഫെയർ പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, ഈ സമൂഹത്തിൽ നീതി നിഷേധിക്കപ്പെടുന്നവർക്കൊപ്പം, നീതി നിഷേധിക്കപ്പെടുന്നവർക്കെതിരെ ആരെതിരെ നിന്നാലും ആ നിഷേധിക്കപ്പെടുന്നവരൊപ്പം നിന്ന് അവർക്ക്. ജില്ലാ സെക്രട്ടറി ഷംസുദ്ദീൻ എടയാർ, ജമീല സുലൈമാൻ, സലാഹുദ്ദീൻ ഷാനവാസ് കൊടിയൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പറവൂർ.